സ്വാമിയെ ശരണമപ്പ, ധർമ്മശാസ്താവേ ശരണമപ്പ, തിരുവടി പൂജ ചെയ്യാം, ഞങ്ങൾ തൃക്കാൽക്കൽ തപസ്സിരിക്കാം എന്ന ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. കലിയുഗവരദൻ ആനന്ദൻ അയ്യൻ അയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തരുടെ ശരണം വിളികളാൽ മുഖരിതമാകുന്ന പമ്പാതീരത്തെ വിശ്വാസ സംഗമം അയ്യപ്പ സംഗമം അങ്ങേയറ്റം ഭക്തിസാന്ദ്രമായി. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മന്ത്രിമാരും അണിനിരന്ന വേദിയിൽ കൈതപ്രത്തിന്റെ ഭക്തിഗാനാലാപനം, ആയിരങ്ങളുടെ വിശ്വാസമൂർത്തിക്ക് വാക്കുകൊണ്ടാണ് അർച്ചന. ഉപനിഷത്തും പുരാണങ്ങളും വന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ വിശ്വാസിയും കപടവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമർത്ഥിക്കുന്നത് ആധികാരികമായി ഗീതാവചനം ഉദ്ധരിച്ചാണ്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണയേവജ. സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമൊഴികളുടെ സന്നിധാനത്ത് അങ്ങനെ അയ്യപ്പ സംഗമം അടിമുടിയൊരു ഭക്തസംഗമമായി. പക്ഷെ മുഖ്യമന്ത്രി സംസാരിച്ചത് ഒരു കപടഭക്തനെ പോലെയാണെന്ന് രാഷ്ട്രീയം പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. അങ്ങനെയല്ല. അയ്യപ്പ വിഗ്രഹത്തിന്റെ രൂപം ഹൃദയം കൊണ്ട് സ്വീകരിച്ച പിണറായി വിജയൻ ഭക്തനാണെന്നാണ് വെള്ളാപ്പള്ളിയുടെ സാക്ഷ്യം. ഒരേ കാറിലാണല്ലോ വന്നത്. അപ്പം അയ്യപ്പ സംഗമത്തിന് പിന്തുണച്ചതിന്റെ ഒരു അതിന് മുമ്പ് ഞങ്ങൾ ഒന്നിച്ചത് അദ്ദേഹം കൈ കൊടുത്ത് ഞാൻ പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ലേ, അത് എന്നെ പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ലേ. എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു. ഇനി അടുത്ത തവണ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായിട്ട് വേറെ ആരെങ്കിലും മുഖ്യമന്ത്രി അതിനടുത്ത് കാര്യമില്ല. ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി ആകാനുള്ള ഏക യോഗ്യത അദ്ദേഹത്തിന് മാത്രമേ. ഭക്തിയും വിഭക്തിയും വിശ്വാസവും അവിശ്വാസവും വൈയക്തികമാണ്. അത് ഹൃദയങ്ങളിലാണ്. അത് മുഖ്യമന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും അവിടെ ഒരു ഭൂതക്കണ്ണാടി വെക്കാനുള്ള അവകാശം ആർക്കുമില്ല. എങ്കിലും വെള്ളാപ്പള്ളി പറയുന്നതാണ് ശരിയെങ്കിൽ അയ്യപ്പന് നാട്ടുകാരൻ എന്ന നിലയ്ക്ക് അത് സന്തോഷമേ ഉള്ളൂ. പക്ഷേ വാക്കുപിഴയോ നാക്കുപിഴയോ അല്ലാതെ എല്ലാ വേദികളിലും വ്യവസ്ഥാപിതമായി പറയണമെന്ന് ഉറപ്പിച്ച് പരമത വിദ്വേഷം, ന്യൂനപക്ഷ വിരുദ്ധത, മുസ്ലിം ക്രൈസ്തവ വെറുപ്പ് നിരന്തരം പറയുന്ന ഒരാളെ സ്റ്റേറ്റ് 1-ാം നമ്പർ കാറിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കൊണ്ടുവന്ന വേദിയിലേക്ക് കൈപിടിച്ചാനയിക്കൽ ഒരു മതേതര നാടിന്റെ മുഖ്യമന്ത്രിക്ക് ചേർന്ന പണിയല്ല. വർഗീയ വിഷം തുപ്പുന്ന കേരള തൊഗാഡിയ ഇന്നിതേ പിണറായി തന്നെ വിളിച്ചൊരു നേതാവിനെ സംസ്ഥാന സർക്കാരിന്റെ വിജിലൻസ് അന്വേഷിക്കുന്ന ഒരു തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയുടെ തോളത്ത് കൈയിടലും ചേർത്തുപിടിക്കലും വിശ്വാസം പോലെ മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ ചോയ്സ് എന്നാണ് വാദമെങ്കിൽ വെള്ളാപ്പള്ളിയുടെ കൈപിടിച്ച വേദിയിൽ സർവ്വധർമ്മ സമഭാവനയെപ്പറ്റി സംസാരിക്കാതിരിക്കലായിരുന്നു ഭംഗി. ഉദ്ഘാടന ചടങ്ങോട് ആളൊഴിഞ്ഞെങ്കിലും വിവിധ വേദികളിലും സമാപനത്തിലും പങ്കാളിത്തം കൂടുതൽ കസേരകൾ മാത്രം ശുഷ്കമായിരുന്നെങ്കിലും ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ വിജയം സാധ്യമായെന്ന് കരുതുന്നവരുണ്ട്. എണ്ണത്തിലല്ല, ഉയർന്നു വന്ന നിർദ്ദേശങ്ങളാണ് കാര്യം. ഇനിയും വികസിക്കട്ടെ ആ കാനനക്ഷേത്രം, മതേതര മൂല്യങ്ങളുടെ തത്വമസിയുടെ മഹാക്ഷേത്രം.